നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വാട്ട് എ ഗോൾ! സ്വന്തം ഹാഫിൽ നിന്നാണ് അവൻ ആ ഷോട്ട് തൊടുത്തു വിട്ടത്. ഗോൾ കീപ്പർ കൃത്യമായ പൊസിഷനിലല്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് അവൻ അടിച്ചു പറത്തിയ പന്ത് അത് വലയിലേക്ക് ഇറങ്ങുമ്പോൾ നിസ്സഹായനായിട്ട് പുറകെ വരാനേ എൽച്ചയുടെ ഗോൾ കീപ്പർക്ക് കഴിഞ്ഞുള്ളൂ. ആർദ ഗ്യൂളറെ വിസ്മയം സൃഷ്ടിച്ചു. റെക്കോർഡ് കൂടിയാണ്. 68 മീറ്റർ ദൂരെ നിന്നാണ് ആ ഗോൾ അടിക്കുന്നത്. ലാലിഗയിൽ ഏറ്റവും ദൂരെ നിന്ന് അടിക്കുന്ന ഗോളാണത്. ഇതിനു മുമ്പ് ഇതുപോലെ 2004 ആൻ്റോണിയോ ഹോസയുടെ ഗോളുണ്ടായിരുന്നു. അതും ഇതേ സിമിലർ ഡിസ്റ്റൻസാണ്. അതുകൊണ്ട് ഇത് റെക്കോർഡാണ്. മാത്രമല്ല 1995 ശേഷം ആദ്യമായിട്ടാണ് ലാലിഗയിൽ ഒരു റയൽ മാഡ്രിഡ് താരം ഇത്ര ദൂരെ നിന്ന് ഗോൾ അടിക്കുന്നത്, സ്വന്തം ഹാഫിൽ നിന്ന് ഗോൾ അടിക്കുന്നത്. ഇത്ര ദൂരെ നിന്നല്ല, സ്വന്തം ഹാഫിൽ നിന്ന്. അത് 58 മീറ്റർ ഗോളാണ് അന്ന് ലസായുടെ ഗോൾ പിറക്കുന്നത് 1995. അപ്പോൾ അതും കടന്നിട്ടുള്ളൊരു ഗോളാണിത്. ആർദ ഗ്യൂളറുടെ ഗോള് തീർച്ചയായിട്ടും വിസ്മയിപ്പിച്ചു. പിന്നെ ഫെഡെ വാൽവെർദെ കഴിഞ്ഞ സിറ്റിക്കെതിരെ ഹാട്രിക് നേടിയതിൻ്റെ തുടർച്ച മറ്റൊരു സ്റ്റണ്ണിങ് ഗോള് അദ്ദേഹവും നേടി. ആർദ ഗ്യൂളറുടെ വക ഗോള് കൂടാതെ തന്നെ നമ്മൾ റൂഡിഗറുടെ ഗോള് കണ്ടു, കൂടാതെ ഹ്യൂയിസൻ്റെ ഗോള് കണ്ടു. എല്ലാം കൂടി വന്നപ്പോൾ 4-1 എൽച്ചയെ തകർത്തങ്ങ് തരിപ്പണമാക്കി. മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലാ ഫബ്രീസിയയിലെ താരങ്ങൾ നിറഞ്ഞു നിന്നൊരു മത്സരം കൂടിയാണ്. അൽവാരോ ആർബിലോവ അതിൽ വളരെ സന്തോഷം കളിക്ക് ശേഷം പ്രകടിപ്പിച്ചു. ഞാനിനി അങ്ങ് സന്തോഷത്തോടെ മരിച്ചാലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ഈ അക്കാഡമി താരങ്ങളെ പരിശീലിപ്പിച്ച് മുന്നോട്ട് വന്നയാളാണ്. അപ്പോൾ അക്കാഡമിയിലെ താരങ്ങളുടെ മികച്ച പ്രകടനം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നു. ഏതായാലും റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടുന്നതിന് മുമ്പ്, അതായത് UCLൻ്റെ രണ്ടാം ഭാഗത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടുന്നതിന് മുമ്പ് ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഈ കളിയിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ബ്രയൻ ഡയസും വിനി ജൂനിയറും ഫെഡെ വാൽവർദയും ഒക്കെ ഒരുമിച്ചാണ് നിറഞ്ഞത്. കളിയുടെ 39ാമത്തെ മിനിറ്റിൽ റൂഡിഗറിലൂടെ റയൽ മാഡ്രിഡ് ഗോളടി തുടങ്ങുകയായിരുന്നു. റൂഡിഗർ വളരെ ഹാപ്പിയാണ്. കളിക്ക് ശേഷം അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൂടെ പവർ ഓഫ് റമദാൻ എന്നാണ് ഈ ഒരു ഗോളിനെക്കുറിച്ച്, ഈ ഒരു പ്രകടനത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് പിന്നാലെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഫെഡെ വാൽവർദയുടെ സ്റ്റണ്ണിങ് ഗോൾ കൂടി പിറന്നപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ഇടവേള സമയത്ത് റയൽ മാഡ്രിഡ് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് പിന്നെ ഈ ഗോളുകൾ പിറക്കുന്നത്. യാനസിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് ഹുയിസൻ്റെ ഗോൾ പിറക്കുന്ന 67ാമത്തെ മിനിറ്റിൽ. അതിനുശേഷം ആർദ ഗ്യൂളറുടെ മാന്ത്രിക ഗോൾ അവസാന ഘട്ടത്തിൽ വന്നതോടെ റയൽ ഗോൾ പട്ടിക പൂർത്തിയാക്കിയായിരുന്നു. അതിനിടയ്ക്ക് ഒരു ഓൺ ഗോൾ റയലിൻ്റെ വലയിൽ കയറി. ഏതായാലും 4-1 തകർപ്പൻ ജയം. നിലവിൽ 28 കളിയിൽ നിന്ന് 66 പോയിൻറ്റോടെ ലാലിഗയിൽ 2ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.